ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. റിയാമോ ഫ്ലാഹർട്ടി എന്ന് പറയുന്ന ഒരു ഐറിഷ് റൈറ്റർ ആണ്. അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എഴുതുന്ന കഥകളൊക്കെ നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക, ധൈര്യം ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ സ്റ്റോറീസ് ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റോറിയും അങ്ങനെ ഒരു സ്റ്റോറി തന്നെയാണ്. ഒരു സീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽക്കാക്ക. കടൽക്കാക്ക പറക്കാൻ ധൈര്യമില്ലാത്തൊരു കടൽക്കാക്ക. ആ കടൽക്കാക്ക എങ്ങനെയാണ് പറക്കാൻ പഠിക്കുന്നത്, അത് ഒരു ധൈര്യം ഇല്ലാതെ ഇരുന്ന സമയത്ത് എങ്ങനെയാണ് അത് പറക്കാൻ പഠിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് സ്റ്റോറി ഓഫ് യങ് eagle that was after make its and how it good action and thereby equip it to face the challenges of life. Okay, അപ്പൊ ഈ യങ് സീകൾ പേടിച്ച് നിന്നിരുന്ന യങ് സീകൾ എങ്ങനെയാണ് പറക്കാൻ പഠിച്ചത്, എങ്ങനെയാണ് പറക്കാൻ പഠിക്കുന്നതിൽ ആ പാരന്റ്സിന്റെ റോൾ, അവന്റെ പാരന്റ്സിന്റെ റോൾ എന്തൊക്കെയാണ്, അവൻ എങ്ങനെയാണ് ലൈഫിലെ ചലഞ്ചസ് നേരിടാൻ പഠിച്ചത് എന്നൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതായത് ഈ യങ് സീകളുടെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ കുറിച്ചാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, on his legs, his two brothers and his two sisters had already flown away the day before. എന്താ ലെഡ്ജിലൊക്കെയാണ് പറയുന്നത്. ലെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഫോട്ടോ പിക്ചർ കാണുന്നില്ല നിങ്ങൾ, പരന്ന എന്ന ഒരു പ്രതലത്തിനെയാണ് നമ്മളത് പറയുന്നത് ലെഡ്ജ് എന്ന് പറയുന്നത്. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് ടു സിസ്റ്റേഴ്സ് ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ ദ ഡേ ബിഫോർ. അവന്റെ രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ഓൾറെഡി കഴിഞ്ഞ ദിവസം തന്നെ പറന്നിട്ടുണ്ട്. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. അവൻ പറക്കാനായിട്ട് പേടിയാണ്. Somehow, when he had taken a little run forward to the brink of the ledge and attempted to his wings, he became afraid. എന്നാലും അവന് പേടിയാണെങ്കിലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമമൊക്കെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് അവിടെ നിന്ന് ഒന്ന് ഓടി മുന്നിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് ഓടി ആ ഒരു ലെഡ്ജിന്റെ തുമ്പിൽ എന്താ വക്കത്ത് എത്തുമ്പോഴേക്കും ബ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്ജിന്റെ തുമ്പ് എന്നാണ്. ആ തുമ്പത്ത് എത്തിയിട്ട് ആ ഒരു ചിറക്കാൻ വേണ്ടിയിട്ട് ഫ്ലാപ്പ് ഹിസ് വിങ്സ്, ചിറക്കാൻ വേണ്ടിയിട്ട് ചിറകടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അവൻ എന്താണ് പേടിയായി തുടങ്ങുകയാണ്. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ചസ് ഡൗൺ ബിനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. എന്താണ് ആ ഒരു അവൻ പറക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവൻ താഴേക്ക് നോക്കും. അപ്പൊ എന്താണ് താഴെ വലിയ കടല് സ്ട്രെച്ച് ഡൗൺ ബിനീത്ത്, താഴെ വലിയ കടൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ആൻഡ് ആ ഒരു ലെഡ്ജിൽ നിന്ന് ആ കടലിലേക്ക് നല്ല രീതിയിലുള്ള താഴ്ചയുണ്ട്. അപ്പൊ അവന് പേടി തോന്നും. ഹി ഫെൽ സർട്ടൺ that his wings would never support him. അവൻ തോന്നാണ് അവന്റെ വിങ്സ് എന്ത് ചെയ്യില്ല, അവനെ പറക്കാൻ കഴിയില്ല എന്ന് തോന്നാണ്. സോ ഹി കടലിലേക്ക് താഴ്ചയൊക്കെ കാണുമ്പോൾ വീഴും, അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പേടിച്ചിട്ട് അവൻ തല താഴ്ത്തി പേടിച്ച് തിരിച്ചു പോകുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്ക് ടു ദി ലിറ്റിൽ ഹോൾ ലെഡ്ജിന്റെ താഴെയായിട്ടുള്ള ഒരു ചെറിയ ഹോളിലേക്ക് അവൻ എന്തെങ്കിലും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവൻ when each of his brother and his sister, his little sister, whose wings were far shorter than his own, ran to the brink, flapped their own wings ആൻഡ് ഫ്ലൂ അവേ. എന്താണ് അവന്റെ ബ്രദറും അതേപോലെ തന്നെ സിസ്റ്റേഴ്സും ഒക്കെ അവനെക്കാട്ടിലും ചെറുതാണ്. അവരുടെ ചിറക് എന്താണ് ഇവന്റെക്കാട്ടിലും ഷോർട്ടറാണ്. എന്നിട്ട് പോലും അവർ ഓടിച്ചെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചിറകിട്ടടിച്ചാണ്ട് പറന്നു പോകുന്നുണ്ട്. പക്ഷേ he failed to muster up courage to take the plunge which appeared to him so desperate. പക്ഷെ ഈ യങ് സീഗലിന് എന്താണ് പ്രശ്നം, അവന്റെ ധൈര്യം, കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമാണ്, മസ്റ്ററപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്യുക. അതായത് നമുക്ക് ധൈര്യം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യാണ്, തോറ്റു പോവുകയാണ്. ടു ടേക്ക് ദ പ്ലഞ്ച്, അതായത് പ്ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം സംഭരിക്കും. എന്ത് which appeared to him so desperate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡേഞ്ചറസ് ആയിട്ട് അവന് ഫീൽ ചെയ്യാണ്. ഹിസ് ഫാദർ ആൻഡ് മദർ had come around calling him to him shrilly, scolding him, threatening
let him strive on his ledge unless he flew away. എന്താണ് ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൌണ്ട് കോളിംഗ് ടു ഹിം ശ്രീലി. അവന്റെ മദറും ഫാദറും ഒക്കെ വന്നിട്ട് അവൻ ഉറക്കെ വിളിക്കുന്നുണ്ട്, പറക്കാൻ പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുന്നുണ്ട്, സ്കോൾഡിങ് ഹിം, ചീത്ത പറയുന്നുണ്ട്, പിന്നെയോ ത്രട്ടനിങ് ടു ലെറ്റ് ഹിം സ്ട്രേവ് ഓൺ ഹിസ് ലെഡ്ജ്. ഓക്കെ, ആ ഒരു ലെഡ്ജിൽ നിന്നെ പട്ടിണിക്കിടുമെന്ന് പറയുന്നത്, പട്ടിണിക്കിടുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അൺലെസ് ഹി ഫ്ലൂ അവേ, അവൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ലഡ്ജിൽ നിന്നെ പട്ടിണിക്കിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവർ ആര് ചെയ്യുന്നുണ്ട്? അമ്മ ചെയ്യുന്നുണ്ട്. ഫോർ ദി ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. പക്ഷെ അവൻ എത്ര ശ്രമിച്ചാലും ഫോർ ദി ലൈഫ് ഓഫ് ഹിം എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. അവന്റെ ജീവിതത്തിൽ അവൻ എത്ര ശ്രമിച്ചാലും അവന് പറക്കാനായിട്ട് ഉള്ള ധൈര്യം വരുന്നില്ല. That was 24 hours time. ഈ ഒരു കാര്യം നടക്കുന്നത് 24 മണിക്കൂർ മുമ്പാണ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അവൻ ചീത്ത പറയുന്നത്, സ്കോൾ ചെയ്യുന്നതൊക്കെ ഒരു 24 മണിക്കൂർ മുമ്പാണ്. സിൻസ് ദെൻ നോബഡി കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് അവന്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. ദ ഡേ ബിഫോർ ഓൾ ഡേ അലോങ് ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരന്റ്സ് ഫ്ലൈയിങ് അബോർഡ് വിത്ത് his brothers and sisters, perfecting them into the art of flight, teaching them how to skim the wave and how to dive for fish. ഓക്കെ, the day before, ആ ദിവസം മുമ്പ് തന്നെ അവൻ കാണുന്നുണ്ട്, ആ ദിവസം മുഴുവനും അവന്റെ പാരന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ ബ്രദറിനെയും സിസ്റ്റേഴ്സിനൊക്കെ പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, അതായത് പറക്കുക എന്നുള്ള ഒരു കല അത് പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ടീച്ച് ദം ഹൗ ടു സ്കീം ദ വേവ് ആൻഡ് ഹൗ ടു ഡ്രൈവ് ദ ഫിഷ്. ഹൗ ടു സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തൊട്ടില്ല എന്നുള്ള രീതിയിൽ തിരയിൽ നിന്ന് പറന്നു പോകുക. അതേപോലെ ഡൈവ് ദ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിനെ ചാടി പിടിക്കുക. ഇതൊക്കെ എങ്ങനെയാണെന്ന് ആര് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അവന്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനൊക്കെ അവന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾ ബ്രദർ catch his first herring and savor it. Okay, ഈ യങ്സികള് ലജ്ജിൽ നിന്നിട്ട് കാണുന്നത് എന്താണ്, അവന്റെ ബ്രദർ ആദ്യത്തെ ഹെറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തി അല്ലെങ്കിൽ ചാള എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അതിനെ പിടിക്കുന്നതും ഡിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തിയോടെ വിഴുങ്ങാണ്. ആർത്തിയോടെ വിഴുങ്ങുന്നത് ആര് കാണുന്നുണ്ട്? ഈ ഒരു സീകള് ആ ഒരു ലഡ്ജിൽ നിന്നിട്ട് കാണുന്നുണ്ട്. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് while his parents circled around raising a broad gaggle. അവന്റെ ബ്രദർ ആദ്യത്തെ മീനിനെ പിടിച്ച് കഴിക്കുമ്പോൾ അവന്റെ അച്ഛനമ്മയും പഠിപ്പിച്ചു കൊടുക്കാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രൗഡില് എന്താണ് അഭിമാനത്തിൽ അച്ഛനമ്മ അവന്റെ ചുറ്റും പ്രൗഡായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കാണാൻ. And all the morning the whole family had walked aboard on the big plateau midway down the opposite cliff, laughing at his cowardness. Okay, ആ ഒരു രാവിലെ ആയിട്ടും ഈ ഒരു ഫാമിലി ഒക്കെ എന്ത് ചെയ്യാണ്, ആ ഒരു walked aboard on the big plateau midway down the opposite cliff. അതായത് ഈ യങ് സീക്രട്ട് ഓപ്പോസിറ്റ് ആയിട്ട് പ്ലാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടലിൽ നിന്ന് ഉയർന്ന് വരുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ, കടലിൽ നിന്ന് ഉയർന്ന്, അതായത് ആ ഒരു സീകൾ നിൽക്കുന്ന പോലെ തന്നെ മറ്റൊരു സ്ഥലം. അവിടെ നിന്നിട്ട് ഇവന്റെ കൊവാർഡ്നെസ് എന്ന് പറഞ്ഞാൽ വീരത്വം, അവന്റെ ഒരു വീരത്വം, അവന് ധൈര്യമല്ലല്ലോ പറക്കാൻ വേണ്ടി. അപ്പൊ അതിനൊക്കെ കളിയാക്കിക്കൊണ്ട് അവര് സംസാരിക്കുന്നുണ്ട്. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. ഓക്കെ, സൺ എന്ത് ചെയ്യാണ്, ഉദിച്ചു ഉയരുകയാണ്. ബ്ലേസിംഗ് വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ്ഡ് ദ സൗത്ത്. ഓക്കെ, അതായത് സണ്ണ് ഇങ്ങനെ ഉദിച്ചു പൊങ്ങാണ്. ഇത് നല്ല ചൂട് ആ ഒരു ലഡ്ജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹി ഫെൽ ദ ഹീറ്റ് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റൺ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫോൾ. കഴിഞ്ഞ ദിവസം മുതൽ ആരും ഒന്നും കഴിച്ചിട്ടില്ല, സീകള് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണവും വെയിലിന്റെ ചൂടൊക്കെ അവനെ നന്നായിട്ട് ഏൽക്കുന്നുണ്ടായിരുന്നു. ദെൻ he had found a dried piece of mackerel style at the far end of his head. അതായത് അവന് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അവൻ കഴിഞ്ഞ രാത്രി കഴിച്ചതാണ്, അപ്പൊ നന്നായിട്ട് വിശക്കുന്നുണ്ട്, വെയിലടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്ഷീണം കാരണം അവന് ഫുഡിന് വേണ്ടി സെർച്ച് ചെയ്യണം. അപ്പൊ അവന് അവിടെ കണ്ടു എന്ത്, ഒരു ഉണങ്ങി കിടക്കുന്ന ഒരു മാക്രൽ ടൈല്. മാക്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയില എന്നാണ് അർത്ഥം. അപ്പൊ അയിലന്റെ ഒരു വാല് അവിടെ ഉണങ്ങി കഴിഞ്ഞ ദിവസം കഴിച്ചതിന്റെ ബാക്കിയായിരിക്കണം. ഓക്കെ, നോട്ട് സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്, അതായത് അതല്ലാതെ അവിടെ വേറൊരു ഫുഡും എന്ത് ചെയ്യുന്നില്ല, അവശേഷിക്കുന്നില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച് rooting among the rough dirt cackled strewness where he and his brothers and sister had been hatched. ഓക്കെ, എന്താണ് അവന് എല്ലാ ഇഞ്ചും സെർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ dirt cackled strewness അവനും അവന്റെ സിസ്റ്റേഴ്സ് ഒക്കെ ജനിച്ചിട്ടുള്ളത് ആ ഒരു നെസ്റ്റിലാണ്, അതായത് ചളി പിടിച്ചിട്ടാണ് അവരൊക്കെ ജനിച്ചിട്ടുള്ളത്. ഹാച്ചഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പൊട്ടി വിരിയ എന്ന് പറയില്ല, അതിനാണ് ഹാച്ചഡ് എന്ന് പറയുന്നത്. ഹി ഈവൻ ഗ്രൗണ്ട് അറ്റ് ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ. ഇറ്റ് വാസ് ലൈക്ക്
ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിം. ഓക്കെ, അവന് വിശന്നപ്പോ വേറെ ഒന്നും അവൻ തെരഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പം അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനം ആ ഒരു എഗ്ഷെല്ല്, അവരൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ആ ഒരു എഗ്ഷെല്ല് വരെ ഗ്നോൺ ചെയ്യാന്ന് പറഞ്ഞാൽ കാര്യ എന്നാണ് അർത്ഥം. ഓക്കെ, കാർന്ന് കണ്ടതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിം. ഓക്കെ, അത് അവന്റെ തന്നെ ഒരു പാർട്ട് തിന്നുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം അതിൽ നിന്നാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് അവന്റെ തന്നെ ഒരു പാർട്ട് അവൻ കഴിക്കുന്നതായിട്ട് അവന് ഫീൽ ചെയ്യണം. അത്രയും എന്താണ് ഭയാനകമാണ് അവന്റെ അവസ്ഥ. അത്രയും വിശക്കുന്നുണ്ടായിരുന്നു അവന്. പക്ഷെ അവനെന്താണ്, പറക്കാനായിട്ട് പേടിയാണ്. He then trotted back and from one end of the ledge to the other, his long grey legs constantly trying to find some means of reaching his parents without having to fly. Okay, അവൻ എന്ത് ചെയ്യണം, he then trotted back and forth from one end of the ledge to the other. അതായത് ട്രോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേഗത്തിൽ നടന്നാണ്. ഓക്കെ, അവന് വേഗം മുന്നിലേക്കും ബാക്കിലേക്കും ഒക്കെ നടന്നു നോക്കുന്നുണ്ട്. ലെഗ്സിന്റെ എല്ലാ ഭാഗത്തോടെയും നടന്നു നോക്കുന്നുണ്ട്. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻലി. ഡെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാല് കെയർഫുള്ളി എന്നാണ് കേട്ടോ. ഓക്കെ, കെയർഫുള്ളി അവന്റെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. എന്തിനാണ്, ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരന്റ്സ് വിതൗട്ട് ഹാവിംഗ് ഫ്ലൈ. ഓക്കെ, പറക്കാതെ എങ്ങനെയെങ്കിലും പാരന്റ്സിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞു നോക്കാണ്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ ദ ഷിയർ ഫാൾ ഓഫ് precipice. ഓക്കെ, പക്ഷേ ഈ ഓരോ സൈഡിലേക്ക് അവൻ ഓടുമ്പോഴും അവിടെയൊക്കെ ലെഡ്ജ് എങ്ങനെയാണ് അവസാനിക്കുന്നത്, ഷിയർ ഫാൾ ഓഫ് precipice. ഷിയർ ഫാൾ ഓഫ് precipice എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ ഒരു ചെങ്കുത്തായ ചെരുവായിട്ടാണ് അവസാനിക്കുന്നത്. എങ്ങനെ നോക്കിയാലും അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാതെ അവരുടെ പാരന്റ്സിന്റെ അടുത്ത് എത്താൻ പറ്റില്ല. വിത്ത് ദ സീ ബിനീത്, താഴെയാണെങ്കിൽ വലിയ പരന്നടിച്ച് കിടക്കുന്ന കടലുമാണ്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരന്റ്സ് ദർ വാസ് എ ഡീപ് വൈറ്റ് ക്രൈ. ഓക്കെ, ആൻഡ് അവന്റെയും ഇടയിലായിട്ടൊരു വലിയൊരു വിടവുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാതെ ഒരു കാരണവശാലും അവന്റെ പാരന്റ്സിന്റെ അടുത്ത് എത്താനും പറ്റില്ല. ഷുവർലി he could reach them without flying. He could reach them without flying if he could only move northward along the cliff face. ഓക്കെ, ആ ഒരു ക്ലിഫിന്റെ വടക്ക് സൈഡിലൂടെ അവൻ നേരെ പോയി കഴിഞ്ഞാൽ അവന് പറക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, അവന്റെ പാരന്റ്സിന്റെ അടുത്ത് എത്താൻ പറ്റും. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്, എന്തുമ്മേക്കൂടെയാണ് അവന് നടക്കാൻ പറ്റാന്ന് ചോദിക്കുന്നത്. ഓക്കെ, അവൻ നേരെ പോയി കഴിഞ്ഞാൽ നോർത്ത് കൂടെ നേരെ പോയി കഴിഞ്ഞാൽ അവന് അമ്മന്റെ അടുത്ത് എത്താനായിട്ട് പറ്റും. പക്ഷെ എങ്ങനെയാണ് അവന് അവിടെ എത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. നടന്നു പോകാൻ ഉള്ള ഒരു വഴിയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് അവന് പറക്കാതെ അവിടെ എത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്, നമ്മളോടാണ് ചോദിക്കുന്നത്. There was no ledge and he was not blind. അവിടെ ലഡ്ജും ഇല്ല, അവന് പറക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അവൻ അവന്റെ പാരന്റ്സിന്റെ അടുത്ത് എത്തുന്നത്? ആൻഡ് above him he could see nothing. ആൻഡ് അവനൊന്ന് മുകളിലേക്ക് നോക്കിയപ്പോ അവന്റെ മുകളിലായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല, പരന്നു പിടിച്ചിട്ടുള്ള ആകാശമല്ലാതെ. ഓക്കെ, the precipice was sheer. അവന്റെ സൈഡിലുള്ള ചെരുവുകൾ എന്താണ്, കുത്തനെയാണ് നിൽക്കുന്നത്. The top of it was perhaps farther away than the sea beneath him. ഓക്കെ, അതിന്റെ മുകളിലുള്ള ആകാശമൊക്കെ എന്താണ്, അവന്റെ കടലിനെക്കാട്ടിലും മുകളിലാണ് കിടക്കുന്നത്. ഓക്കെ, അത് പാരഗ്രാഫ് നോക്കാം. He stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wings. Okay, അവൻ എന്ത് ചെയ്യണം, he stepped slowly out to the brink of the ledge. Brink എന്ന് പറഞ്ഞാൽ വക്കാണ്, ലെഡ്ജിന്റെ വക്കത്തേക്ക് അവൻ പതുക്കെ നടന്നു, തുമ്പത്തേക്ക് അവൻ പതുക്കെ നടന്നു. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്സ്. ഓക്കെ, എന്നിട്ട് ആ ഒരു തുമ്പത്ത് നിന്നിട്ട് ഒരു കാല് നിലത്ത് കുത്തിയിട്ട് മറ്റേ കാല് അവന്റെ ചിറകിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൻ കണ്ണടച്ച് നിൽക്കുകയാണ്. He closed one eyes and then the other and pretended to be falling asleep. അതായത് അതിന് തുമ്പത്ത് ലെഡ്ജിന്റെ തുമ്പത്ത് വന്ന് നിന്നിട്ട് ഒരു കാല് കുത്തി മറ്റേ കാല് ചിറകിനുള്ളിൽ ഒളിപ്പിച്ചിട്ട് കണ്ണടച്ച് നിൽക്കുകയാണ്. അവൻ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ്. ഓക്കെ, പക്ഷികളൊക്കെ അങ്ങനെയാണ് ഉറങ്ങുന്നത്. അപ്പൊ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ്. എന്തിനാണ്, അവന്റെ പാരന്റ്സ് അങ്ങനെയെങ്കിലും അവനെ ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് സ്റ്റിൽ they took no notice of him. പക്ഷെ അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരവനെ മൈൻഡ് പോലും ചെയ്തില്ല. He saw his two brothers and his sisters laying on the patio dozing. Okay, ആ ഒരു അവന്റെ സിസ്റ്ററും ബ്രദേഴ്സും ഒക്കെ ആ ഒരു പ്ലാച്ചുവിൽ, അവിടെ അതിന്റെ ഓപ്പോസിറ്റുള്ള പ്ലാച്ചുവിൽ നിന്നിട്ട് ഉറങ്ങാൻ തയ്യാറെടുക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ടായിരുന്നു. വിത്ത് their head sunk into their necks. Okay, അവരുടെ ചിറകിന്റെ ഉള്ളിൽ അവരുടെ
ഹെഡ് ഒളിപ്പിച്ച് വെക്കുന്ന രീതി വെച്ചിട്ട് അവർ ഉറങ്ങാൻ തയ്യാറാകുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. ഹിസ് ഫാദർ വാസ് ക്ലീനിങ് ദ ഫെദർ ഓൺ ഹിസ് വൈറ്റ് ബാഗ്. ഓക്കെ, അവന്റെ ഫാദർ ആണെങ്കിലോ കൊക്കുകൊണ്ട് അവന്റെ അച്ഛന്റെ ഫെദേഴ്സ് ചെയ്തിട്ടാണ് അവനെ നോക്കുകയും ചെയ്യുന്നത് ആരാണ്? അവന്റെ മാത്രമാണ്. ഓക്കെ, He was standing on a little high hump on the plateau. ആ പ്ലാറ്റുവിന്റെ തന്നെ ഒരു ഹമ്പ്, ഒരു ഉയർന്ന പ്രദേശത്താണ് ആര് നിൽക്കുന്നത്? അവന്റെ അമ്മ നിൽക്കുന്നത്. വൈറ്റ് ബ്രസ്റ്റ് പോകാതെ അവന്റെ നെഞ്ഞൊക്കെ മുന്നിലേക്ക് ഉന്തി നിൽക്കുന്നുണ്ട്. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. Okay, എന്താ ചെയ്യുന്നത്? അവന്റെ അമ്മ അവിടെ നിന്നിട്ട് എന്താ ചെയ്യുന്നത്? അവരുടെ കാലിനടിയിൽ എന്തുണ്ട്? ഒരു കഷ്ണം മീനുണ്ട്. ഇടക്കിടക്ക് അത് കൊത്തി നോക്കുന്നുണ്ട്. ആൻഡ് എന്നിട്ടോ അവരുടെ കൂർത്ത ചുണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പാറയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നോക്കുന്നുണ്ട്. എന്തിനാണ്? അവര് കൊക്ക് വൃത്തിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദ സൈറ്റ് ഓഫ് ദി ഫുഡ് മാഡൻ ഹിം. പക്ഷെ ആ ഒരു ഫുഡിന്റെ തീന് അവൻ എന്താ ചെയ്തത്? വട്ടുപിടിക്ക എന്താ പറയാ, ഭ്രാന്ത് പിടിപ്പിച്ചു. കാരണം എന്താ? അവന് കഴിഞ്ഞ ദിവസം മുതൽ എന്താണ് വിശന്നിരിക്കുകയാണ്. അപ്പൊ അത് ഫുഡ് കണ്ടപ്പോ അവൻ എന്ത് ചെയ്തു? ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഹൗ ഹി ലവ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ. അമ്മ ചെയ്യുന്നത് പോലെ എന്താ ചെയ്തിട്ട് ആ ഫുഡ് കഴിക്കുന്നത് അവൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവന്റെ മനസ്സിൽ കാണാൻ. സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെച്ചിട്ട്. ഓക്കെ, അവന്റെ അമ്മ ചെയ്യുന്നത് പോലെ, അവന്റെ അമ്മ ചെയ്യുന്നത് പോലെ ഒരു കൊക്ക് ആ പാറയിട്ട് ഒരു പറയുന്നത് വെട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷാർപ്പൻ ചെയ്യാനൊക്കെ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ശബ്ദം പുറപ്പെടുവിച്ചു, ചെറിയ ശബ്ദം പുറപ്പെടുവിച്ചു. ഹിസ് മദർ കാക്കിൾഡ് ആൻഡ് ലുക്ക് അറ്റ് ഹിം. അവൻ ശബ്ദം പുറപ്പെടുവിച്ചപ്പോ അവന്റെ അമ്മയും അവനെ നോക്കിയിട്ട് എന്ത് ചെയ്തു? അതുപോലെ ശബ്ദം ഉണ്ടാക്കി കൊടുത്തു. ഗാ 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 ഗാ. എന്താ അവൻ എന്ത് ചെയ്യണം? ശബ്ദം ഉണ്ടാക്കാണ്. അവന്റെ അമ്മയോട് ഫുഡ് തരാൻ വേണ്ടി അപേക്ഷിക്കാണ്. ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. അവനെ രൂപത്തില് മോക്കിംഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിഹസിക്കുന്ന രൂപത്തിലാരും തിരിച്ച് ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് after a minute or so he uttered a joyful scream. Okay, പക്ഷെ അവൻ പിന്നീടും ക്രേസിലി എന്ന് പറഞ്ഞാൽ സാഡ്ലി നടത്തും, വളരെ പക്ഷെ അവൻ കാരണം എന്താണ്? His mother had picked up a piece of fish and was flying. He leaned eagerly the rock. അവൻ എന്ത് ചെയ്തു? ലീൻഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുറത്തേക്ക് തള്ളി നിന്നു. എങ്ങനെ? പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് അമ്മേന്റെ അടുത്ത് നിന്ന് ഫുഡ് വാങ്ങാം, പെട്ടെന്ന് വാങ്ങാൻ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വരുന്ന സമയത്ത് അവരെ പെട്ടെന്ന് അവരിൽ നിന്ന് ഫുഡ് വാങ്ങാൻ അത്രയും അത്രയും അടുത്തെത്താൻ പറ്റും. സന്തോഷത്തോടെ ആ ഒരു റോക്കിൽ കാലിച്ചിട്ട് അടിക്കാണ്. ബട്ട് when she was just opposite to him, abreast of the ledge, he halted, her legs hanging limp, her wings motionless. പക്ഷെ തൊട്ട് ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്? അവരുടെ പറക്കൽ നിർത്തിയിട്ട് മോഷൻലെസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. The piece of fish in her being almost within the reach of the sea. ഓക്കെ, ആ ഒരു യങ് സീകളുടെ ബീക്കിന്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു ഫുഡ് വന്ന് നിൽക്കാണ്. പിന്നീട് മുന്നോട്ട് ആരും പറക്കുന്നില്ല, എന്റെ അമ്മ പറക്കുന്നില്ല. ഈ വെയിറ്റ് മൂവ്മെന്റ് ഇൻ സർപ്രൈസ്. അവൻ അന്തം വിട്ടു. അവൻ എന്താ, ഈ അമ്മ എന്താണ് ഇത്രയും അടുത്ത് വന്നിട്ട് എനിക്ക് ഫുഡ് തരാത്തതെന്ന് വിചാരിച്ചിട്ട് അന്തം വിട്ടു. വണ്ടറിങ് why she didn't come nearer and then maddened by hunger he dived at the fish. ഓക്കെ, കുറച്ച് സമയം അവൻ അത്ഭുതപ്പെട്ട് നിന്നു. പക്ഷെ ഒരു ഫുഡ് കണ്ടപ്പോഴേക്കും അവന്
എന്താ പറയാ maddened him now. അതായത് അവൻ പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി അവന്. He dived at the fish. ആ ഫിഷിന്റെ അടുത്തേക്ക് അവൻ ചാടി. With a loud scream he fell outward and downward into the space. Okay. ഒരു വലിയ ശബ്ദത്തോട് കൂടിയിട്ട് അവൻ താഴേക്ക് പതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. His mother was swooped upward. അവൻ താഴേക്ക് പതിച്ചുടനെ അമ്മ എന്ത് ചെയ്തു, മുകളിലേക്ക് പറഞ്ഞു. As he passed beneath her, അവൻ അവരുടെ അടുത്തുകൂടെ പാസ് ചെയ്ത സമയത്ത്, താഴേക്ക് പോയ സമയത്ത് he heard the swish of her wings. സ്വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ശബ്ദം. ശബ്ദം ഈ ഒരു മകന് കേൾക്കാൻ. ഓക്കെ. Then a monstrous trail seized him and his heart stood still. ഓക്കെ. അവൻ ചാടിയതോടുകൂടി ഫുഡിന്റെ അടുത്തേക്ക് ഡൈവ് ചെയ്തതോടുകൂടി അവൻ താഴേക്ക് പതിക്കണം. അതോടുകൂടി അവനൊരു മോൺസ്റ്ററസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളത് എന്ത് ചെയ്യാണ്, വീഴുകയാണ്. അവന്റെ ഹൃദയം പൂർണ്ണ he could hear nothing. അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ബട്ട് it only lasted a moment. പക്ഷെ അതൊരു നിമിഷം മാത്രമേ നിന്നിട്ടുള്ളൂ. The next moment he felt his wings spread outwards. അടുത്ത നിമിഷം അവന്റെ ചിറക് താനെ വിടരുന്നത് പോലെ അവന് കാറ്റ് എന്ത് ചെയ്യാണ്, അവന്റെ നെഞ്ചിൽ തുവലുകളെ കാറ്റ് കൊണ്ടുപോകുന്ന ഫീൽ ചെയ്യാണ്. ദെൻ അണ്ടർ ഹിസ് സ്റ്റമക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. ഓക്കെ. ചിറകുകളുടെ അഗെയിൻസ്റ്റ് ആയിട്ടും വയറിന്റെ ഭാഗത്തൊക്കെ വെച്ചൊക്കെ ആ ഒരു എയർ അവന് ഫീൽ ചെയ്യാൻ പറ്റാണ്. ഹി കുഡ് ഫീൽ ദ ടിപ്പ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അവന്റെ വിങ്സിന്റെ ടിപ്പ് ഒരു എയറിനെ വരെ കട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നത് പോലെ ആർക്ക് ഫീൽ ചെയ്യാണ്, ഒരു ഇൻസിക്കൽ ഫീൽ ചെയ്യാണ്. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ്. നോ. ഇപ്പൊ എന്തല്ല, അവൻ കുത്തനെ വീഴല്ല ചെയ്യുന്നത്. അവൻ ഫുഡിനകത്തേക്ക് ഡൈവ് ചെയ്ത സമയത്ത് അവൻ കുത്തനെ വീഴാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ അവൻ എങ്ങനെയല്ല, കുത്തനെ വീഴല്ല ചെയ്യുന്നത്. ഹി വാസ് സോറിങ് ഗ്രാജുവലി. സോറിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉയർന്നു പറക്കുക എന്നാണ്. അവൻ പതുക്കെ ഉയർന്നു പറഞ്ഞുകൊണ്ട് ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ്, അവൻ താഴേക്ക് മുകളിലേക്കും ഇങ്ങനെ ഉയർന്നു താഴ്ന്നു പറഞ്ഞുകൊണ്ടിരുന്നു. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. ഇപ്പൊ അവൻ എന്തില്ല, പേടില്ല. ഹി ജസ്റ്റ് ഫെൽ ബിറ്റ് ഡിസി. അവൻ ചെറുതായിട്ട് തല ഇറങ്ങുന്നതൊക്കെ പോലെ ഫീൽ ചെയ്തു. ദറ്റ് ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോർഡ് അപ്വാർഡ്. പക്ഷെ ഒന്നും കൂടി നന്നായിട്ട് ചിറകടിച്ചിട്ട് അവൻ ഒന്നും കൂടി മുകളിലേക്ക് പറക്കുകയാണ് ചെയ്തത്. ഹി uttered a joyous scream and clapped them again. അവൻ എന്ത് ചെയ്തു, സന്തോഷത്തോടെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും 2-3 പ്രാവശ്യം ആ ചിറക് വീണ്ടും ഇട്ടടയ്ക്കുകയും ചെയ്തു. ഹി soared higher. അവൻ വീണ്ടും ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങി. He raised his breast and banged against the wind. Okay. അവന് എന്താണ്, ആ ഒരു കാറ്റിന് വിപരീതമായിട്ടാണ് പറന്നു തുടങ്ങി. അവൻ സന്തോഷത്തോടെ ശബ്ദം ഉണ്ടാക്കുകയാണ്. ഗോളാഹ. അവന്റെ അമ്മയും അതിന് മറുപടി എന്നോണം സന്തോഷത്തോടെ അവന് റിപ്ലൈ കൊടുക്കാൻ. വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അവന് കേൾക്കാൻ പാകത്തിന് നല്ല ശബ്ദത്തിൽ അവരുടെ ചിറകടിക്കാൻ. ആൻസർഡ് വിത്ത് അനദർ സ്ക്രീം. അതോടുകൂടി അവൻ എന്ത് ചെയ്യാണ്, വീണ്ടും വേറൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് അവന്റെ അമ്മേനെ കേൾപ്പിക്കാൻ. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. ഇത് കണ്ട് അവൻ പറക്കുന്നത് കണ്ടതോടുകൂടി അവന്റെ ഫാദർ എന്ത് ചെയ്യാണ്, അവനെ ചുറ്റും ശബ്ദം ഉണ്ടാക്കിയിട്ട് പറക്കാൻ അവന്റെ അടുത്തേക്ക്. Then he saw his 2 brothers and sisters flying around him and storing and dying. Okay. അവന്റെ ബ്രദറും സിസ്റ്ററും അവന്റെ ഒരു സക്സസിൽ പങ്കുചേരാനെന്ന പോലെ പറഞ്ഞു വന്നിട്ട് അവന് ചുറ്റും പറക്കുന്നതും ഡൈവിങ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഫിഷിനെ ഫിഷിനെ പിടിക്കുന്നത് കാര്യം സന്തോഷത്തോടെ പിടിക്കുന്നത് കാര്യം കണ്ടു, സ്ത്രീകൾ കണ്ടു. Then he completely forgot that he had not always been able to fly and commenced to dive and saw shrieking shrilly. ഓക്കെ. എന്താണ്, ഈ പറക്കുന്നത് വരെ അവന് പറക്കാൻ പറ്റൂല എന്നായിരുന്നു അവൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയപ്പോ അവൻ പറക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു എന്ന് അവന് ചിന്തിച്ചത് പോലും അങ്ങനെ ഒരു ഓർമ്മയും അവൻ ഉണ്ടായിരുന്നില്ല. അവന്റെ ബ്രദേഴ്സിന്റെ സിസ്റ്ററിന്റെ ഒക്കെ പോലെ തന്നെ ഉയർന്ന് പറക്കാനും നല്ല ശബ്ദം ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. ഹി വാസ് നിയർ ദ സീ നൗ. ഇപ്പൊ അവൻ എന്താണ്, ഒരു കടലിന്റെ അടുത്താണ്. ഫ്ലൈയിങ് സ്ട്രേറ്റ് ഓവർ ഇറ്റ്, ഫേസിംഗ് ഔട്ട് ഓവർ ദ ഓഷ്യൻ. He saw a vast green sea beneath him. അവനിപ്പോ സീന്റെ അടുത്താണ്. അതിന്റെ നേരെ പറക്കുന്ന സമയത്ത് അവൻ താഴെ പച്ച നിറത്തിലുള്ള വലിയ കടൽ അവന് കാണാൻ പറ്റുന്നുണ്ട്. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. റിഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കാണുന്ന ഒരു അതായത് തിരമാലകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഒരു ഓളങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. He turned his beak sideways and counted amusedly. His parents and his brother and sister had landed on his green floor in front of him. അവന്റെ പാരന്റ്സും സിസ്റ്റേഴ്സും ഒക്കെ എന്താണ്, ആ ഒരു ഗ്രീൻ ഫ്ലോർ എന്ന് ഉദ്ദേശിക്കുന്നത് കടലാണ്. കടലിന്റെ അടുത്തേക്ക് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. They were beckoning to him and calling shrilly. He dropped his legs to stand on the
ഗ്രീൻ സീ. അവന്റെ ബ്രദേഴ്സും സിസ്റ്ററും അമ്മയച്ഛനൊക്കെ അവർ കടലിലേക്ക് ഇറങ്ങി നിന്ന സമയത്ത് ഇവനും എന്ത് ചെയ്യാണ്, കടലിലേക്ക് എത്താണ്. പക്ഷെ ഹിസ് ലെഗ്സ് സാങ്ക് ഔട്ട്. അവന്റെ കാലുകൾ എന്ത് ചെയ്യാണ്, അവർ കടലിന്റെ ഉള്ളിലേക്ക് പൂഴ്ന്നു പോകാണ്. അതായത് പൂഴ്ന്നു പോകാണ്. അപ്പൊ അവന് പേടിയായിട്ടോ. ഈ സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് വിങ്സ്. ഓക്കെ, അവന് പേടിച്ചിട്ട് അവന്റെ എന്താണ്, ഈ സ്ക്രീംഡ് വിത്ത് റൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ. അവന് കാലുകൾ ഇവര് നിൽക്കുന്നത് കണ്ടിട്ടാണ് അവൻ ചെന്നിട്ട് നിന്നോടുന്നത്. പക്ഷെ കാലുകൾ അടിയിൽ പോകുന്ന സമയത്ത് അവൻ പേടിച്ചിട്ട് ഒന്ന് മുകളിലേക്ക് പോരാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാൻ, ക്ലാപ്പിംഗ് ഹിസ് വിങ്സ്. ബട്ട് ഹി വാസ് സ്ട്രൈറ്റ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്, എക്സോസ്റ്റഡ് ബൈ ദിസ് സ്ട്രെയിഞ്ച് എക്സസൈസ്. അവൻ എന്ത് ചെയ്യാണ്, പക്ഷെ അവന്റെ ഓൾറെഡി കഴിഞ്ഞ ദിവസം കഴിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം, വീക്ക്നെസ് ഒക്കെ അവന് ഉണ്ട്. അപ്പൊ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉയർന്നു പറക്കാനായിട്ട് പറ്റില്ല. ആ ഒരു ക്ഷീണം കാണും. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം കാരണം. സ്ട്രെയിൻഡ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് പറക്കാന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അവന് ഭയങ്കരമായിട്ട് എന്തായിരുന്നു, ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. His feet sank into the green sea and then his belly touched it and he sank no further. ഒക്കെ അവന്റെ കാലുകൾ എന്ത് ചെയ്തു, മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ ബെല്ലി, അവന്റെ വയറ് ആ ഒരു കടലിൽ ടച്ച് ചെയ്ത സമയത്ത് പിന്നീട് എന്ത് ചെയ്യില്ല, അവന് മുങ്ങിയില്ല. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്. അവൻ എന്ത് ചെയ്തു, ഒരു ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിന് മുകളിലൂടെ ഒഴുകി നടന്നതാണ്. ആൻഡ് അറൌണ്ട് ഹിം ഹിസ് ഫാമിലി ആൻഡ് വാസ് സ്ക്രീമിംഗ്, praising him, and Greeks were offering him scrap of goldfish. അവന്റെ ഫാമിലിയും അവന്റെ സക്സസിൽ ഇൻക്ലൂഡ് ആവാണ്. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടും അവനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ അവന് ഡോഗ് ഫിഷിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഡോഗ് ഫിഷ് എന്ന് പറയുന്നത് വേറെ മീനാണ്. അതിന്റെ ഒരു കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് അവന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യാണ്, എൻകറേജ് ചെയ്യാണ്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ കഥയിൽ പറയുന്നത്, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഈ പറക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷികളുടെ ജന്മനുള്ള കഴിവാണ്. ആ ഒരു കഴിവ് തനിക്കില്ല, തനിക്ക് പറക്കാൻ പറ്റൂല എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ ഇരുന്നൊരു പക്ഷി എങ്ങനെയാണ് പറന്നത് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. എങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അവന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത്, അതിനെങ്ങനെയാണ് അവന്റെ പാരന്റ്സും അവന്റെ ഫാമിലിയും അവനെ സഹായിച്ചത് എന്ന് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നമ്മുടെയൊക്കെ സക്സസിലേക്ക് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് എന്താണ്, ഫാമിലിയുടെ റോൾ എന്താണെന്നൊക്കെ പറയുന്ന ഒരു നല്ല സ്റ്റോറിയാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. 14 ക്വസ്റ്റ്യൻസ് ഇത് വരുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വൈ വാസ് സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? എന്തുകൊണ്ടാണ് സീഗൾ പറക്കാൻ പേടിച്ചതെന്നാണ് ചോദിക്കുന്നത്. സീഗൾ വാസ് അഫ്രൈഡ് ടു ഫ്ലൈ ബിക്കോസ് below him was the vast sea and he thought his wings would not support him and he would fall into the sea and die. സീഗൾ എന്താണ് പേടിച്ചത്, എന്തുകൊണ്ടാണ് പറക്കാൻ പേടിച്ചതെന്നാണ് ചോദിക്കുന്നത്. അവന് പേടിയായിരുന്നു. ഒന്നാമത് അവന് പേടിയായിരുന്നു. അവൻ താഴേക്ക് നോക്കുന്ന സമയത്ത് അവിടെ വാസ്റ്റ് ആയിട്ട് നല്ല പരന്നു കിടക്കുന്ന കടലാണ് കാണുന്നത്. അപ്പൊ അവന്റെ ചിറക് അവനെ സപ്പോർട്ട് ചെയ്യില്ല, അവൻ അതിൽ വീണിട്ട് മരിച്ചു പോകുന്നൊക്കെ പേടിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അവൻ പറക്കാനായിട്ട് പേടിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഡിഡ് ദ പാരന്റ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് when it failed to muster up enough rage to fly? അവന് പറക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം സംഭരിക്കാൻ പറ്റാതെ ഇരുന്നപ്പോൾ അവരുടെ പാരന്റ്സ് എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. They can calling to him loudly. They scolded him and even threatened to strafe him. Okay, അതായത് അവന്റെ പേര് വിളിച്ചിട്ട് അവനെ ഉറക്കെ വിളിച്ചിട്ട് അവര് അവന്റെ ചുറ്റും പറഞ്ഞു നോക്കി, അവനെ ചീത്ത പറഞ്ഞു നോക്കി, അവന് പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തി വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. How did the parents support and encourage the young seagull brothers and sisters? Okay, അപ്പോൾ ഈ പാരന്റ്സ് എങ്ങനെയാണ് അവന്റെ യങ് സീഗളിന്റെ ബ്രദറിനെയും സിസ്റ്റേഴ്സിനൊക്കെ എങ്ങനെയാണ് എൻകറേജ് ചെയ്യുന്നത്? They flew about, will feed them, trying to perfect them in the art of flight. They taught them how to skim with the wave and how to dive for fish. Okay, അവരെ പറക്കാനായിട്ട് പഠിപ്പിച്ചു. അതേപോലെ തന്നെ എങ്ങനെയാണ് സ്കിം ചെയ്യുന്നത്, അതായത് വേവിന്റെ മുകളിലൂടെ എങ്ങനെയാണ് പറക്കേണ്ടതെന്നും എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടതെന്നും പഠിപ്പിച്ചു കൊടുക്കാണ് അവന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സൈഡ് an incident which show the pathetic condition of the young bird. കഷ്ടകാലമായിട്ടുള്ള ആ ഒരു യങ്ങിന്റെ സീഗലിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് കഥയിൽ പറയുന്നത്.
the young lad he almost he had not eaten anything since yesterday night. Okay. ഒരു സണ് ഉദിച്ചു വരുന്ന സമയത്ത് ഇവന് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യാണ്. കാരണം അവൻ ഇത്രയും ദിവസം മുതൽ എന്ത് കഴിച്ചിട്ടില്ല, ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. He searched everywhere, but not a scrap of food was found. He even groaned at the dried piece of eggshell from which he and his brother and sisters were rested, like part of himself. എന്താണ് അവന് അവിടെ എല്ലാവരും ഫുഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഫുഡ് പോലും അവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ബ്രദറും സിസ്റ്ററൊക്കെ ജനിച്ചിട്ടുള്ളവന്റെ എഗ്ഗില് വരെ കാർന്ന് തിന്നേണ്ട അവസ്ഥ വന്നു. അത്രയും പത്തറ്റിക്കായിരുന്നു അവന്റെ കണ്ടീഷൻ. അവന്റെ തന്നെ ഒരു ഭാഗം കഴിക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയും ഹൗ ഡിഡ് ദ ബേർഡ് try to reach its parents without having to fly? പറക്കാതെ ആ ഒരു പാരന്റ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അവൻ ശ്രമിച്ചത് എന്നാണ് ചോദിക്കുന്നത്. He trotted back and forth from one end of the ledge to the other, trying to find some means of reaching his parents without flying. അവൻ ലെഡ്ജിന്റെ ബാക്കിലേക്ക് മുന്നിലേക്ക് നിൽക്കും, സ്പീഡിൽ നാട് നോക്കി അവന് എങ്ങനെയെങ്കിലും പറക്കാതെ അതിന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കി. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെറ്റ്സ് എൻഡഡ് വിത്ത് എ ഷിയർ fall of precipice with the sea under. ഓക്കെ, കടല് താഴെ വരുന്ന രൂപത്തില് വലിയൊരു കുത്തനെയുള്ള ചെങ്കുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത് അവന് ചുറ്റും ഉണ്ടായിരുന്നത്. ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരന്റ്സ്, അവന്റെയും അവന്റെ പാരന്റ്സിന്റെ ഇടയിൽ വലിയൊരു വിടവ് തന്നെ ഉണ്ടായിരുന്നു. അവന് പറക്കാതെ എങ്ങനെയും അവിടെ എത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ കുഡ് ദ സീഗൾ നോട്ട് സക്സീഡ് ഇൻ അറ്റംപ്റ്റ്. ഓക്കെ, അവന്റെ ശ്രമത്തിൽ എന്തുകൊണ്ടാണ് അവൻ സക്സസ് ആവാതിരുന്നത്? Seagull could not succeed in its attempts because there was nothing to walk on that would bring him to his parents again. അവന് അതിലൂടെ നടന്ന് അവന്റെ പാരന്റ്സിലേക്ക് എത്താനുള്ള ഒരു വഴി അവിടെ ഉണ്ടായിരുന്നില്ല. ഡീപ് വൈഡ് ക്രാക്ക് സെപ്പറേറ്റഡ് ഹിം ഫ്രം ഹിസ് പാരന്റ്സ് ആൻഡ് there was no way for him to reach them except by flying to him. പറക്കല്ലാതെ അവരുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു വഴി അതുകൊണ്ടാണ് അവൻ സക്സസ് ആവാതിരുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡു യു തിങ്ക് ദാറ്റ് ദ യങ് സീഗൾസ് പാരന്റ്സ് വാസ് വെരി ക്രൂവൽ. ഓക്കെ, അവന്റെ പാരന്റ്സ് യങ് സീഗളിന്റെ പാരന്റ്സ് ക്രൂവൽ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ക്രൂരമായിട്ട് അവനോട് പെരുമാറുന്നുണ്ട്? അവര് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ടാണ്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ അവന്റെ പാരന്റ്സ് ക്രൂരന്മാരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ചോദ്യം. ഓക്കെ, എന്താണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്? ഓക്കെ, നോ ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് എന്താ പറയുന്നത്, അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? എന്താണ് അവര് ക്രൂരന്മാരല്ല, പക്ഷെ അവരെന്താണ് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാൻ യു ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പാരന്റ്സ്? ആ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്താണെന്ന് പറയാനാണ് പറയുന്നത്. എന്താണ് അവർ പാരന്റ്സ് ചെയ്ത ഒരു കാര്യം ശരിയാണെന്നാണ് പറയുന്നത്. എന്താണ്? they wanted to teach him the importance of confidence and self-reliance. ഓക്കെ, അവർക്ക് എന്താ വേണ്ടത്? അവരുടെ മകന് നല്ല ധൈര്യത്തോട് കൂടിയിട്ട് സ്വയം പര്യാപ്തരായി കാണാനാണ് അവർക്ക് ഇഷ്ടം, അവരുടെ പാരന്റ്സിന് ഇഷ്ടം. one can't depend on his father parents all his life or his life. ജീവിതകാലം മുഴുവൻ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അവന്റെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. he should learn to find food for himself once he reached a certain stage of his life. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു സർട്ടൻ സ്റ്റേജ് എത്തുന്ന സമയത്ത് നമ്മളെല്ലാവരും സ്വയം ഫുഡ് വഴികൾ കണ്ടുപിടിക്കേണ്ടി വരും, വഴികൾ നമ്മൾ തേടേണ്ടി വരും. അപ്പൊ അതിനുള്ളൊരു മാർഗമാണ് പാരന്റ്സ് തന്നെ കാണിച്ചു കൊടുക്കുന്നത്. he should learn to find food for himself once he reached a certain stage of his life. Mother hen picking and driving away chicks one they ground. ഓക്കെ, നമ്മളെല്ലാവരും കാണുന്നതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും കോഴികൾ അവരുടെ കുട്ടികൾ ഒരു സെർട്ടൻ ഏജ് ആവുന്ന സമയത്ത് അവരെ കൊത്തിയാട്ടുന്നത് കാണാം. സ്വന്തമായിട്ട് ഫുഡ് കഴിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് അമ്മ കിളി അമ്മ കോഴി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ചിക്സിനെ കുട്ടികളെ കൊത്തിയാട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അതും എന്തിന്റെ ഭാഗം എന്നാ പറയുന്നത്? കുട്ടികൾ സെൽഫ് റിലയന്റ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യുവർ പാരന്റ്സ് സംടൈംസ് ബിഹേവ് ഇൻ ദ സെയിം മാനർ. ദേ മേ സീം ക്രൂവൽ ആൻഡ് അൺറിലവൻറ്റിംഗ്. Does it means that they do not love you?
നമ്മുടെ പാരന്റ്സും ഇടയ്ക്കൊക്കെ അങ്ങനെ പെരുമാറാറുണ്ട് ഇല്ലേ? നമ്മുടെ പാരന്റ്സ് പറയാറില്ലേ, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ എന്നെ വീട്ടിൽ കയറ്റില്ല, അല്ലെങ്കിൽ മഴ നനഞ്ഞു വന്നാൽ എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് മഴ നനഞ്ഞിട്ട് നമുക്ക് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആര് പറയുന്നത്, ആരങ്ങനെ പറയുന്നത്, നമ്മൾ ഭീഷണിപ്പെടുത്തുന്നത്, നമ്മുടെ പാരന്റ്സ് ആണ് ഭീഷണിപ്പെടുത്തുന്നത്. അതിന്റെ അർത്ഥം അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്നൊന്നുമല്ല. Okay, the parents sometimes behave in this cruel manner, preventing manner to make you self-reliant. Okay, നമ്മുടെ പാരന്റ്സ് അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ സ്വയം പര്യാപ്തരാവാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. Okay. It doesn't mean they do not love you. നമ്മൾ അവർ സ്നേഹിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. It means they love you, and that is why they train you to become independent and self-reliant. നമ്മളെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൂടിയാണത്. ഇഫ് ദേ ട്രീറ്റ് യു ആസ് എ ഹെൽപ്ലെസ് ബേബി ഓൾ ദി ടൈം, യു വിൽ റിമെയിൻ എ ഹെൽപ്ലെസ് ബേബി. ഓക്കെ, നമ്മൾ സഹായം ഇല്ലാതെ നടക്കാൻ, നമുക്ക് അവരുടെ സഹായം ഇല്ലാതെ പറ്റില്ല എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പല പല it will now force them to be seeing unreal at the time. ഓക്കെ, അപ്പൊ നമ്മൾ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ആ സംസാരം ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? What promote the young seagull? What promote the young seagull to fly finally? എന്താണ് അവർ ലാസ്റ്റ് സീഗളിനെ പറക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. It was his hunger that promoted the young seagull to fly finally. Okay. അവന്റെ ആ ഒരു ഹങ്കർ, അവന്റെ വിശപ്പാണ് അവനെ എന്ത് ചെയ്യുന്നത്, അവസാനം പറക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, he was very hungry, and the mother would not give him the fish she had brought with her. She wanted him to fly to her to get it. Okay, എന്താണ് പറയുന്നത്? അവന്റെ അമ്മ അവന് ഫുഡ് അവന്റെ അടുത്ത് വരെ കൊണ്ടു കൊടുത്തിട്ടും അവന് വായിൽ വെച്ചു കൊടുത്തില്ല. കാരണം എന്താണ്? അവന്റെ അമ്മക്ക് അവൻ പറക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവര് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. Why was the young bird terrified? How did it overcome its fear? Okay, എങ്ങനെയാണ് ആ ഒരു യങ് ബേർഡ് പേടിക്കുന്നത്, എങ്ങനെയാണ്, എന്തിനാണ് അവന് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു പേടി അവന് ഇല്ലാതാക്കിയത്? പക്ഷെ അവന് കൊടുത്തില്ല. അവന് അത് കണ്ടിട്ട് അതില് എന്താണ് പെട്ടെന്നുള്ള ആവശ്യത്തിൽ എടുത്ത് ചാടിയതാണ്. When he dived, he fell outward and downward into the space. അവൻ ചാടിയ ഉടനെ അവൻ നേരെ താഴ്ച്ചു. The wind brushed against his breast feather and his stomach and wings. He could feel the tip of his wings cutting through the air. He was not falling off. He was soaring. He did overcome his fear. Okay. അങ്ങനെ അവന് ചാടിയ സമയത്ത് എന്താണ്, അവന്റെ ചിറകുകളൊക്കെ താനെ വിരിയുന്നതും അവൻ പറക്കുകയും ചെയ്യാണ്. അവൻ എന്ത് ചെയ്യുന്നില്ല, പിന്നീട് അവന് ഞാൻ പറക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു എന്ന ചിന്ത പോലും തോന്നുന്നില്ല. How did the family support the seagull? എങ്ങനെയാണ് സീഗളുടെ ഫാമിലി അവനെ സപ്പോർട്ട് ചെയ്താണ് ചോദിക്കുന്നത്. The mother flew past him, making joyful sound. His father flew over him, screaming with joy. എന്താണ്, മദർ അവന്റെ ചുറ്റും സന്തോഷത്തോടുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു. അവന്റെ അച്ഛൻ എന്താണ്, സന്തോഷത്തോടുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ചുറ്റും പറക്കാണ്. His two brothers and sisters flying around him, soaring and diving. അവന്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ എന്ത് ചെയ്യാണ്, അവന് ചുറ്റും പറഞ്ഞിട്ട് മുകളിലേക്കും താഴേക്കൊക്കെ പറഞ്ഞു അവനെ എന്താണ് എൻകറേജ് ചെയ്യാണ്. ഇൻ ദിസ് വേ ദ ഫാമിലി സപ്പോർട്ടഡ് ഹിം. ഓക്കെ, അവന്റെ ഫാമിലി കൂടി അവന്റെ ഒരു സക്സസിൽ പങ്കുചേരുന്നുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, വൈ കുഡ് നോട്ട് ദ യങ് സീഗൾ സ്റ്റാൻഡ് ഓൺ ദി ഗ്രീൻ സീ? എന്തുകൊണ്ടാണ് യങ് സീഗളിന് ആ ഒരു കടലിൽ, പച്ചക്കടൽ എന്ന് പറയുന്നത് അവരിത് പറയാണ് കേട്ടോ, മുകളിൽ നോക്കുന്ന സമയത്ത് പച്ച കളറിൽ തോന്നാണ്. ഓക്കെ, ആ കടലിന് മുകളിൽ നിൽക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. The young seagull could not stand on the green sea because the legs would go down the water. ലെഗ്സ് കടലിൽ വെച്ച സമയത്താണ് അത് സാങ്ക് ചെയ്യാൻ, അത് മുങ്ങിപ്പോവാൻ ചെയ്യുന്നത്. ബട്ട് വെൻ ഹിസ് belly touched the water, it did not sink further. പക്ഷെ അവന്റെ വയറ് ആ ഒരു സീല് വെള്ളത്തിൽ തട്ടുന്ന സമയത്ത് പിന്നീട് എന്തെങ്കിലും അവന് മുങ്ങുന്നില്ല. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ഡു യു തിങ്ക് ദ ബേർഡ്സ് പാരന്റ്സ് ലവ്ഡ് ഹിം? ബൈ, എന്തുകൊണ്ട് അവന്റെ ബേർഡ്സിന്റെ പാരന്റ്സ് അവനെ സ്നേഹിക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്താണ്, ഓഫ് കോഴ്സ് ദ ബേർഡ്സ് ലവ്ഡ് ഹിം. They wanted to teach him
ഹൗ ടു ബി കറേജസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, എങ്ങനെ ധൈര്യത്തോടെ ഇരിക്കണം, എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം എന്നൊക്കെ അവന്റെ പാരന്റ്സ് ആണ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ മദർ ഇവൻ കെയിം വിത്ത് എ പീസ് ഓഫ് ടു ടെൽ ഹിം ടു അറ്റംപ്റ്റ് ദ ഫ്ലൈറ്റ്. ഓക്കെ, അവനെ പറക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അമ്മ പീസ് ഓഫ് ഫുഡ് കൊണ്ടുവരെ വരുന്നുണ്ട്. ആൻഡ് വെൻ ഫൈനലി ഹി ഫ്ലൂ, അവസാനം അവൻ പറഞ്ഞു കഴിയുമ്പോഴോ, ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഷോ ദെയർ ജോ ബൈ ഫ്ലൈയിങ് വിത്ത് ഹിം ആൻഡ് മേക്കിംഗ് എ ഹാപ്പി നോയ്സ്. ഓക്കെ, എന്താണ്, അവൻ പറന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട്, അവന്റെ കൂടെ പറക്കുന്നുണ്ട്, അവന്റെ കൂടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഒരു ചാപ്റ്റർ ഇത് ഞാനെന്റെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത് റിലേറ്റഡ് ആയിരിക്കും, ആ ഒരു തീം റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അത് നന്നായിട്ട് വായിക്കാം. അപ്പൊ അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദി റിയാക്ഷൻ ഓഫ് ദി പാരന്റ്സ് ഇൻ ദ സ്റ്റോറി. എന്താണ്, ഈ ഒരു സ്റ്റോറിയില് പാരന്റ്സിന് അവൻ പറക്കുന്നത്, ആ സീകൾ പറക്കുന്നതുമായിട്ട് പാരന്റ്സിന് ഒരുപാട് റോൾ ഉണ്ട്. ആ ഒരു പാരന്റ്സിന്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇംപ്രസ് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് നോക്കി വെച്ചിട്ട് പോയിക്കൊണ്ടു നമുക്ക് വായിച്ചു. പാരന്റ്സ് ആർ ദ റീസൺ വൈ ചിൽഡ്രൻ ഗ്രോ അപ്പ് സേഫ്ലി ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് കുട്ടികൾ വളരെ സേഫ് ആയിട്ട് വളരാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നതാണ് പാരന്റ്സ് ആണ്. ദി പ്രൊട്ടക്ട്, നർച്ചർ ആൻഡ് ബിൽഡ് അപ്പ് ചിൽഡ്രൻ ടു മേക്ക് സം യൂസ്ഫുൾ സിറ്റിസൺസ്. ഓക്കെ, ശരിയായ രീതിയിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൗരനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും നർച്ചർ ചെയ്യുന്നതും അവർക്ക് വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും അവരെ വളർത്തി വലുതാക്കുന്നത് ഈ പാരന്റ്സ് ആണ്. ഇറ്റ് ഈസ് ദ മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ ദേ ഗീവ് ടു ദ ചിൽഡ്രൻ which make them raise up the ladder of education and social status and financial security. ഓക്കെ, പഠനമാണെങ്കിലും സോഷ്യലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ കുട്ടികളെ വളർത്താനും അവർക്ക് വേണ്ട മോട്ടിവേഷനും കാര്യങ്ങളും കൊടുക്കാനൊക്കെ പാരന്റ്സിന് നല്ലൊരു റോൾ ഉണ്ട്. ബേർഡ്, ഓക്കെ, ഒരു പക്ഷിയായിട്ടിരിക്കെ whose life purpose is to fly high and find food for survival. A parent just make sure that the young bird must learn the art of flying at the earliest. ഓക്കെ, ഒരു പക്ഷി എന്ന രീതിയിൽ അവന്റെ ഇത് പ്രധാനപ്പെട്ട കാര്യം എന്താ, പറക്കാൻ പഠിക്കുക, അവന് വേണ്ട ഫുഡ്, അവന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ആ ഒരു ബേർഡിന്റെ പർപ്പസ്, ആ ഒരു ബേർഡ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആ പാരന്റ്സ് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നത്, ആ ചെറിയ പ്രായത്തിൽ നിന്ന് അവൻ പറക്കാൻ പഠിക്കണം എന്നുള്ള ഒരു വാശി അവർക്ക് ഉണ്ടാവുന്നതും അവനവനെ പഠിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതും. ദ ഫാമിലി ഇൻ ദ സ്റ്റോറി ഈസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് മെൻഷൻ അബോ. ഓക്കെ, ഈ ഒരു കഥയിലുള്ള പാരന്റ്സ്, മുകളിൽ പറഞ്ഞിട്ടുള്ള പാരന്റ്സ്, കുട്ടികൾ വളരാൻ വേണ്ടിയിട്ട് പാരന്റ്സ് വലിയൊരു ഭാഗമാണെന്ന് പറഞ്ഞല്ലോ, ആ ഇതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു സ്റ്റോറിയിലുള്ള ഫാമിലി എന്ന് പറയുന്നത്. ദ ഇൻസ്പയർ, മോട്ടിവേറ്റ് ആൻഡ് പ്രൊമോട്ടഡ്. ഓക്കെ, അവരാണ് അവനെ പറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചോദനവും ധൈര്യം കൊടുക്കുന്നത് ആരാണ്, ഒരു പാരന്റ്സ് ആണ്. ദ ഫസ്റ്റ് പുഷ്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ധൈര്യം അവന് കൊടുക്കുന്നത്, അതിന് വേണ്ടിയിട്ട് അവനെ പുഷ് ചെയ്യുന്നത് ആരാണ്, അവന്റെ പാരന്റ്സും അവന്റെ ഫാമിലിയുമാണ്. ഓക്കെ, they love the young singer and when he back out they show him anger. ഓക്കെ, ഈ ഒരു യങ് സീഗളിനെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ സെൽഫ് റിലയന്റ് ആയിരിക്കണം, കോൺഫിഡന്റ് ആയിരിക്കണം എന്നൊക്കെ ആര് വിചാരിക്കുന്നത്, അവന്റെ പാരന്റ്സ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവനോട് അവന് മര്യാദക്ക് പറഞ്ഞാൽ അവൻ പറക്കൂല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇവൻ ദേഷ്യം പിടിച്ചിട്ടെങ്കിലും അവനെ എന്ത് ചെയ്യുന്നത്, അവനെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ അവനെ പഠിപ്പിക്കാൻ നോക്കുന്നത്. The mother is wonderful. She doesn't give up until her son makes his first flight. ഓക്കെ, മദറാണ് അവിടുത്തെ ഹീറോ എന്ന് പറയുന്നത്. എന്താണ്, മദർ അവന്റെ ആദ്യത്തെ പറക്കൽ, ഫസ്റ്റ് ഫ്ലൈറ്റ് അവരുടെ മകൻ ചെയ്യുന്നത് വരെ അവനെ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നതാണ് ആരാണ്, മദറാണ്. ദ ഫാദർ ആൻഡ് സിബ്ലിങ്സ് ടു ടേക്ക് പാർട്ട് ഇൻ എവറി നീഡ്സ് ഓഫ് ഹിസ്. അവന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അവന്റെ പാരന്റ്സും സിബ്ലിങ്സും കൂടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി എൻജോയ് ടുഗദർ വെൻ ഹി ഫ്ലൈസ് ആൻഡ് ക്യാച്ചസ് ഫുഡ്. അവന് സ്വന്തമായിട്ട് ഫുഡ് എടുക്കാനും പറക്കാനൊക്കെ പഠിച്ച സമയത്ത് അവന്റെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സന്തോഷത്തിൽ അവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഫാമിലിന്റെ റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരന്റ്സിന്റെ റൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കട്ടോ, നിങ്ങളത് വെറുതെ ആണെന്ന് വിചാരിച്ചിട്ട് വിട്ട് കളയരുത്. അതുപോലെ തന്നെ അടുത്തത് ഒരു ഹോംവർക്ക് ആണ്, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ചെയ്ത് നോക്കണം കേട്ടോ. എന്താണ്, at the end of the story, his first flight, the young seagull successfully faced the challenges of his life. ഓക്കെ, എന്താണ്, ഈ കഥയിൽ നമ്മൾ കണ്ടു, സീഗൾ എന്താണ് അവന്റെ ലൈഫിലുള്ള ഏറ്റവും വലിയ ചലഞ്ചിനെ സക്സസ്ഫുള്ളി ഫേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഹാവ് യു എവർ ഫേസ്ഡ് ചലഞ്ചസ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ്
ഫേസ് ചെയ്തിട്ടുണ്ടോ? ഹൗ ഡിഡ് യു ഓവർകം മീൻസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി നോക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇതുപോലെ പറക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പം ഒരു സ്റ്റേജിലേക്ക് ഒരു പ്രസംഗിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനായിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നീന്താൻ പഠിക്കാന്, അല്ലെങ്കിൽ സൈക്ലിംഗ് പഠിക്കാന്, വണ്ടി ഓട്ടി പഠിക്കാൻ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഇതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ സിബ്ലിങ്സോ അതോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളെ എൻകറേജ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ നടന്നിട്ടുള്ള ഒരു കാര്യം അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. അത് നിങ്ങളൊന്ന് എഴുതി നോക്കണം കേട്ടോ, നിർബന്ധമായിട്ട് എഴുതി നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി നോക്കുക. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കട്ടോ. അത് ഹോംവർക്ക് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യുന്നവരാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ധൈര്യത്തോടെ ഓവർകം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഓക്കെ, താങ്ക് യു.